നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപക്ഷെ ഇന്ത്യൻ ജനത ബുദ്ധിജീവി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ശശി തരൂർ. അക്കാര്യത്തിൽ അർത്ഥശങ്കകൾക്ക് ഇടയില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. കാരണം UN വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുമ്പോൾ പൊളിറ്റിക്കലി ഐ എം നോട്ട് സെയിങ് ഈസ് എ ഗുഡ് പേഴ്സൺ, ബട്ട് ആസ് എ അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ ഗുഡ് പേഴ്സൺ. നന്നായിട്ട് ഭരിക്കാനറിയാം, നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനറിയാം. പക്ഷേ രാഷ്ട്രീയത്തിൽ അത്രത്തോളം പക്വത പലപ്പോഴും കാണിച്ചിട്ടില്ല അദ്ദേഹം. പല കാര്യങ്ങളും ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും പല രീതിയിൽ അദ്ദേഹം തള്ളിയിട്ടിട്ടുണ്ട് പല വിഷയങ്ങളിൽ. ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷെ അതല്ലാത്തപ്പോഴും പല കാര്യങ്ങളും കോൺഗ്രസ് വല്ലാണ്ട് പ്രതിസന്ധിയിലായിട്ടുള്ളത് തരൂറിൻ്റെ പലതരത്തിലുള്ള വാക്കുകൾ കൊണ്ടാണ്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. പിന്നീട് പലതരത്തിലുള്ള ശീതയുദ്ധത്തിലോട്ട് അത് പോകുന്നു. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ നേരിട്ട് പോയി സംസാരിക്കുന്നു. ഒരുവിധം അദ്ദേഹം ഞാനടക്കം വിചാരിച്ച അദ്ദേഹം പാർട്ടി മാറി BJP-യിലോട്ട് പോകും എന്നുള്ളവരെ സന്ദർഭങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുടർച്ചയായി പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നെഹ്റുവിൻ്റെ 4389 ദിവസം, 98 ദിവസം, 4398 ദിവസം എന്നുള്ള ആ റെക്കോർഡ് മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പം മുമ്പിലെത്തി എന്നുള്ള കാര്യങ്ങളാണ് വർത്തുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടെങ്ങാണ്ട് മംഗളത്തിൽ കൊടുത്ത ഒരു ലേഖനുണ്ട്, വളരെ വിശാലമായി കിടക്കുന്ന ലേഖനങ്ങളാണ്. അതിൽ അദ്ദേഹം മാക്സിമം വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹീ ട്രൈങ് ടു കീപ്പ് എ ബാലൻസ് ദയർ, ബട്ട് ഈവൻ ദോ ഹീസ് വാട്ട് കെൻ വി സേ ലൈക്ക് ഹി ഓൾവേസ് ട്രൈങ് ടു പോപ്പ് അപ്പ് ഓർ മേക്കിംഗ് എ ഗ്രേറ്റ് പേഴ്സൺ ആസ് എ മോദി. ഇറ്റ്സ് ക്ലിയർലി വിസിബിൾ ഇൻ ദാറ്റ് ആൾസോ. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം പലപ്പോഴും എന്താ പറയുക ആർട്ടിക്കിൾ വരെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂറ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിങ് എങ്ങോട്ടാണെന്നുള്ളത് വളരെ കൃത്യമാണ്. എനിക്കിത് വായിച്ചപ്പോഴും തോന്നിയത് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. മോദി വല്ലാണ്ട് പുകഴ്ത്തുമ്പോഴും പറഞ്ഞ പോലെ കോൺഗ്രസിനും എല്ലാം തലോടി വേദനിപ്പിക്കാത്ത രീതിയിൽ വെക്കുന്ന പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ തരൂർ ഏത് രാഷ്ട്രീയത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് സാറിന് തോന്നിയിട്ടുള്ളത്? അങ്ങനെ പിൻഗാമിയാകത്തക്ക രീതിയിലൊരു രാഷ്ട്രീയം ഇവിടെ ഇല്ല. അത് നമ്മൾ തരൂരിന് മാത്രമല്ല, നമ്മളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ചില നെഗറ്റീവാണ്. ലെഫ്റ്റിസ്റ്റ്, റൈറ്റിസ്റ്റ്, സെൻട്രിസ്റ്റ്, നെഹ്റു ഇത് അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതെനിക്ക് പിടികിട്ടുന്നില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. ഓരോ സമയത്തും ഓരോ കാലത്തും വരുന്ന ഭരണാധികാരികളുടെ താല്പര്യങ്ങളാണ് എല്ലാവരും നടപ്പാക്കുന്നത്. ഇപ്പം നെഹ്റു നല്ലതാണെന്ന് പറയുമ്പം നെഹ്റുവിനെ നല്ലതാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ മോഡി ചീത്തയാക്കേണ്ട ആവശ്യമില്ല. മോഡി നല്ലതാണെന്ന് പറയാൻ വേണ്ടി നെഹ്റുവിനെയും ചീത്തയാക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കണക്കൂട്ടിലാണ് പറഞ്ഞത്. രാജ്യത്തിന് ഗുണകരമായ നയങ്ങൾ ആരെടുത്തിട്ടുണ്ടോ അതാണ് പ്രശ്നം. നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ? നെഹ്റുവിൻ്റെ കോൺട്രിബ്യൂഷൻ ജനാധിപത്യവും, അത് തരൂർ പറയുന്നുണ്ട്, ജനാധിപത്യം ഇവിടെ ഇന്നും നമ്മൾ ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല, ജവഹർലാൽ നെഹ്റുവാണ്. പിന്നെ രണ്ടാമത്തത് പറയുന്നത് ഇന്ത്യയുടെ പുരോഗമന മുഖം കുറേ നാളത്തേക്ക് സ്റ്റാഗ്നൻ്റ് ആയിരുന്നു. കാരണം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിച്ചു വന്ന ആൾക്കാരെ രൂപപ്പെടുത്തിയ ഒത്തിരി പദ്ധതികൾ അത് ശരിക്കും ഇന്ത്യക്ക് ഉപയോഗപ്രദമായിരുന്നോ ഇല്ലയോ? അതാണ് നമ്മൾ എത്ര ശാസ്ത്രജ്ഞന്മാരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്തൊന്നും ഇല്ലാത്ത വിശ്വേശ്വരയ്യൊക്കെ ഇവിടെ ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട അബ്ദുൽ കലാം ഇവിടെ ഉണ്ട്, പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരാണെന്നുണ്ട്. പിന്നീട് നെഹ്റുവിയൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഫലമായിട്ട് എത്ര പേരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം സ്വതന്ത്ര വിദ്യാഭ്യാസം വേണ്ടത്, ഇവിടെ അതില്ലായിരുന്നു. ഇവിടെ നെഹ്റുവിനെ ആരാധനയോടെ കണ്ടതുകൊണ്ട് ഏറ്റവും വലിയ കുഴപ്പം നെഹ്റുവിനെ വിമർശിക്കാൻ ആളില്ല പോയി. നമ്മൾ ആരാധനയുടെ രൂപത്തിലാണ് കണ്ടിരുന്നത്. ആരാധനയോടെ കാണുമ്പോൾ പറ്റി നെഹ്റുവിനെ ആരാധിക്കപ്പെടേണ്ട വ്യക്തി ബിംബമല്ല നെഹ്റു. ഹീസ് നോട്ട് എ ഗോഡ്. ഹീസ് നോട്ട് എ. അങ്ങനെ ചിത്രീകരിക്കുമ്പോഴാണ് നെഹ്റുവിനെ കുറ്റപ്പെടുത്താൻ പാടില്ല, നെഹ്റുവിനെ കുറ്റപ്പെടുത്തിയ ഉടനെ BJPക്ക് ഗുണകരമാകും. അല്ല, നെഹ്റുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ BJPയെ കുറ്റപ്പെടുത്താനുള്ള 100 അവസരങ്ങൾ നമുക്കുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ കഴിവില്ലായ്മയ്ക്ക് ആരോടെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? നെഹ്റു ഓപ്പൺ അപ്പ് ആക്കിയിരിക്കുന്ന സിസ്റ്റത്തിൽ കൂടിയാണ് BJPക്ക് പ്രസംഗിക്കാൻ പറ്റുന്നത്, അല്ലേ? പകരം BJP കുറുക്ക് വഴി നോക്കി. നെഹ്റു ഓപ്പൺ അപ്പ് ആക്കിയ സിസ്റ്റത്തെ നെഹ്റു അടച്ചിടാൻ നോക്കി. അല്ല, നെഹ്റു അല്ല, BJP, മോഡി അടച്ചിടാൻ നോക്കി. മോഡി അടച്ചിടാൻ നോക്കിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനേക്കാൾ പ്രധാനം അമ്പലങ്ങൾ പണിതിന് കൊടുത്തു. അമ്പലം പണിതാൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളൊരു തെറ്റായ നരേഷൻ കൊടുത്തു. അമ്പലം പണിതുകൊണ്ടുണ്ടാകുമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പണ്ട് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ രാജ്യമുണ്ട്, ഏറ്റവും ഡെവലപ്ഡ് പ്രദേശങ്ങളാകേണ്ടത്. ക്ഷേത്രങ്ങൾക്കും അവിടുത്തെ ആചാരങ്ങൾക്കും പിന്തുണ കൊടുക്കുന്നതാണ് പ്രധാനമെങ്കിൽ അവിടെ ഇന്ത്യയിലെ ഏറ്റവും പുരോഗതി പ്രാപിച്ച സംസ്ഥാനങ്ങൾ ഏതാകുമായിരുന്നു? പുരോഗതി എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ പണിയെന്നല്ല പറഞ്ഞത്, മറിച്ച് ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുണ്ടായ പുരോഗതി. വിദ്യാഭ്യാസം എവിടെയുണ്ടായത്? എന്തുകൊണ്ട് ജനസംഖ്യാനുപാതമായ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്തേക്ക് ജോലി തേടി പോകാൻ പറ്റുന്നത്? ഇവിടെ അതിനെ പറ്റിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊരു സത്യമല്ലേ? ഇനി ഇതിനേക്കാൾ കൂടുതലായിട്ട്
തരൂര് പറയുമ്പോഴും തരൂരിനെ പോലെ തന്നെ ഇതിനു മുമ്പ് ഇങ്ങനത്തെ കുറേ ചിന്തകരുണ്ടായിട്ടുണ്ട്. ശാസ്ത്രീയ രീതിയിൽ ചിന്തിക്കുന്ന ചിന്തകരുണ്ടായിട്ടുണ്ട്. അതിലുള്ള ഒരാളായിരുന്നു സാം പിത്രോദ. താങ്കൾക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന തോന്നുന്നു. സാം പിത്രോദയാണ് ഇന്ത്യയുടെ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മുഖം തുറന്നു തന്നത്. തരൂർ അതല്ല. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വലിയ തരത്തിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് കേരളത്തെ അല്ല ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയത് പിത്രോദയാണ്. അത് ഹി വാസ് ദ ചീഫ് ടെക്നിക്കൽ അഡ്വൈസർ ടു രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു. മൻമോഹൻ സിംഗിന്റെയും രാജീവ് ഗാന്ധിയുടെയും ഐക്യരാഷ്ട്രസഭയുടെ വരെ അഡ്വൈസറായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരെ കോൺഗ്രസ്സുകാർക്ക് പറ്റിയ കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരെ മുമ്പോട്ട് കൊണ്ടുവന്നു. കോൺഗ്രസ്സുകാരെ നമ്മൾ തരൂരിൻ്റെ പേര് പറയുമ്പോൾ പിത്രോദയുടെ പേര് പറയുമ്പോൾ വേണുഗോപാലിൻ്റെ പേരും കൊണ്ട് വരും. അയ്യോ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ, അതുകൊണ്ട് തന്നെ വേണുവാണ് ഏറ്റവും വലിയ നേതാവ് എന്നുള്ള രീതിയിൽ പറയും. വേണുവിന് എന്ത് വിഷൻ എന്നുള്ള സാധനമാണ്. ഒരു നേതാവ് നെഹ്റുവിനുണ്ടായിരുന്നു, ആ വിഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയെ പറ്റിയൊരു വിഷൻ ഉണ്ടായിരുന്നു. ആ തരൂരിനുണ്ട് ആ വിഷൻ. ഉള്ളിൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ വിഷൻ മോഡിക്ക് ഇതുണ്ടോ? വിഷൻ മോഡിയുടെ വിഷൻ ആരോ ഇടുങ്ങിയതായിപ്പോയി. ദൈവികമായ അല്ലെങ്കിൽ മതപരമായ ആചാരങ്ങളെ ചുറ്റിപ്പറ്റി ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ സെൻട്രൽ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. അയോധ്യ അതിൻ്റെ രാമൻ്റെ ഒപ്പം പ്രതിഷ്ഠിക്കുകയാണ്. താനൊരു ബയോളജിക്കൽ ഹ്യൂമൻ അല്ല, ബയോളജിക്കൽ ഹ്യൂമൻ അല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ അത് രാജ്യത്തിന് മൊത്തം ചീത്തയായിട്ട് മാറും. അവിടെയാണ് പ്രശ്നം. അതേസമയം തന്നെ എന്താ പറയുക, ഇത് മാക്സിമം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. കാരണം മോദി ചെയ്ത പല കാര്യങ്ങളും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആരംഭിച്ച പദ്ധതിയുടെ വികസനത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും പറയേണ്ടത് ആധാർ കാർഡ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തീരുമാനിച്ച് വെച്ച കാര്യങ്ങളാണ്. അത് പിന്നീട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള പരിപാടികൾ, ആധാർ പിന്നെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള പരിപാടികൾ, സീറോ ബാലൻസ് അക്കൗണ്ട്, നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന സീറോ ബാലൻസ് അക്കൗണ്ട് പോലത്തെ പല പദ്ധതികളും നെഹ്റു അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച പല പദ്ധതികളാണ്. അത് പിന്നീട് പൂർത്തിയാക്കിയത് മോദിയാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ അദ്ദേഹം പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ള സാധനം പറയുന്ന കുറച്ച് പാരഗ്രാഫാണിത്. ഇത് പൂർണ്ണമായിട്ട് ലിങ്ക് ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്താണോ കാഴ്ചവെച്ചത്, അദ്ദേഹം എന്താണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൊണ്ടുവന്നത്, അത് പൂർത്തിയാക്കി അല്ലെങ്കിൽ പൂർത്തീകരിച്ചു എന്നുള്ള ഒരു സാധനം മാത്രമുള്ള മോദി കീപ്പ് ചെയ്തിട്ടുള്ളത്. അല്ല, മോഡിക്ക് അനുകൂലമായി ഒത്തിരി സാഹചര്യങ്ങളും കോൺഗ്രസ് താരതമ്യേന തകർന്നിരിക്കുമ്പോഴാണ് മോഡി അധികാരത്തിലേക്ക് വരുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മതം, ജാതി തുടങ്ങിയ ഘടകങ്ങളെ നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ ആർക്ക് പറ്റി? ബി ജെ പിക്ക് പറ്റി. അതുകൊണ്ട് രാജ്യത്തിന് എന്ത് പുരോഗതി ഉണ്ടായെന്നുള്ള പ്രശ്നം. രാജ്യത്ത് എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ടായി? ഇന്ത്യ മഹാരാജ്യം മോഡിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്ത് എത്ര പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി? മഹാഭാരതത്തിലൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. വിമാനത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അത് ഉപയോഗിച്ചുകൊണ്ട് അത്തരം അറിവുകളോ പഴയ അറിവുകളോ പുതിയ അറിവുകളോ ഉണ്ടാക്കിക്കൊണ്ട് ഏതെല്ലാം പുതിയ മെഡിസിൻ കണ്ടുപിടിച്ചു. വൈദ്യശാസ്ത്രത്തെ രംഗത്ത് ഓപ്പറേഷൻ നടത്താനുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് കണ്ടുപിടിച്ചു. നമ്മൾ സുഹൃത്തിൻ്റെ പേര് പറയും. ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച പറ 25 വർഷം അല്ലെ 50 വർഷത്തിനുള്ളിൽ നമ്മൾ ഇന്ത്യ കണ്ടുപിടിച്ച പറ. എന്താ കണ്ടുപിടിക്കാൻ പറ്റാതെ വരുന്നത്? ശാസ്ത്രത്തെ അടക്കം നിർത്താൻ പറ്റുമോ? ആ ശാസ്ത്ര പശ്ചാത്തലം ഇല്ലാതെ പോയാൽ എങ്ങനെയാണ്? അത് മോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റിൻ്റെ അത്? പണ്ടുണ്ടായിരുന്നു. പണ്ട് പറയുമ്പോൾ എന്നാൽ വിമാനം ആയിക്കോളട്ടെ, വിമാനമായി അതിൽ ആൾക്കാർക്ക് പറന്നു നടക്കാൻ പറ്റിയ ഒരു കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് മോഡി പറയുന്നതും യോഗി പറയുന്നത് നമുക്ക് സമ്മതിക്കാം. പക്ഷെ ഇന്നെങ്ങനെ എവിടെ പറന്നു നടക്കാൻ പറ്റും? ഇന്നെന്ത് ചെയ്യാൻ പറ്റും? ഇന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അല്ല ഇന്നലെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പ്രശ്നം. പണ്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. അല്ല, ഒരു പരിധിവരെ BJP ഹിന്ദു എന്നുള്ള കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതും ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ 80% വരുന്നത് ഹിന്ദുസാണ്. ആ ഹിന്ദുസിനെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ BJPക്ക് സാധിച്ചു എന്നുള്ളത് മോദി പറയുന്നുണ്ട്. അത് മോഡിയുടെ ഏറ്റവും വലിയ മണ്ടത്തിലാണ്. അത് പറയാൻ കോൺഗ്രസ്സുകാരൻ ഇല്ലാതെ പോകുന്നു. മോഡിയുടെ ഏറ്റവും വലിയ തരൂരാണ് ഹിന്ദു എന്ന് പറയണ്ടേ? ഇന്ത്യ അടുത്ത കാലത്ത് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു തരൂരാണെന്ന് പറയാൻ കോൺഗ്രസ്സുകാരന് ധൈര്യം വേണം. അല്ലെ രാഹുൽ ഗാന്ധി എന്ന് പറയാൻ ധൈര്യം വേണം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ കാന്തപുരം എന്ത് വിചാരിക്കുന്നു ചോദിച്ചാൽ ഇവർ നടക്കുന്നത്. കാന്തപുരം എന്ത് പറയുന്നത്? തരൂര് എന്താണ് മോഡിയും തരൂരായിട്ട് കമ്പയർ ചെയ്യുന്നത്? തരൂർ എവിടെ നിൽക്കുന്നു, മോഡി എവിടെ നിൽക്കുന്നു? ഭയങ്കര വ്യത്യാസമില്ലല്ലേ? ലോകരാജ്യങ്ങളിൽ ഭയങ്കര വ്യത്യാസമല്ലേ നിൽക്കുന്നത്? മൻമോഹൻ സിംഗ് എവിടെ നിൽക്കുന്നു, മോഡി എവിടെ നിൽക്കുന്നു? ഇത് പറയാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസിന് പറയാൻ പറ്റുന്നില്ല. അത് വേണ്ട രീതിയിൽ പറയാൻ പറ്റുന്നില്ല. അവിടെയാണ് മോഡി മുതലെടുക്കുന്നത്. മോഡി പറഞ്ഞ അമ്പലം പണിയാന്നുള്ളതിന് അപ്പുറത്തേക്ക് ആ മിഷൻ മോഡിക്ക് ഹിന്ദു മതത്തിൻ്റെ അല്ലെ ഹിന്ദുക്കൾക്ക് നല്ല കോളേജ് തുടങ്ങാൻ, നല്ല എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ, കുറേ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള 10 കുട്ടികളുടെ പേര് പറയട്ടെ. മോഡി പറയുന്ന രീതിയിൽ വളർത്തിയെടുക്കപ്പെട്ട ഇന്ത്യയെ നയിക്കാൻ പറ്റിയ 10 പേരുടെ പേര് പറയട്ടെ.
രാവിലെ വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നത് മാത്രമല്ല യോഗ്യത. യോഗ്യത അല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് പോകാം. അത് മാത്രമാണോ? ഇതന്നെ ഇസ്ലാമിനെ പറ്റി. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു ശാസ്ത്രജ്ഞൻ്റെ പേര് പറയാൻ പറ്റുമോ? പെട്ടെന്ന് 1-2 പേരുടെ പേര് കാണും. അവരും മതത്തിന് പ്രാധാന്യം കൊടുത്തു. മതം വലുതായ നമ്മളെല്ലാം വലുതാവുമെന്ന് വിചാരിച്ചു. അവിടെ ക്രിസ്തു മതം കുറേ കൂടെ റിഫോർമിസ്റ്റായിട്ട് വന്ന് നവോത്ഥാനത്തിൻ്റെ മാർഗത്തിൽ അവർ പോയി. അതിൻ്റെ മെച്ചം അവർക്ക് കിട്ടി. ഒരു പരിധിവരെ ജൂസും ക്രിസ്ത്യൻസുമാണ് ഈ പറഞ്ഞ പോലെ ശാസ്ത്രജ്ഞരായി കൂടുതൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ലോകത്തെ ഭരിക്കുകയാണെന്നവർ. നമുക്കവരെ കുറ്റം പറയാം, നമ്മളെ ചൂഷണം ചെയ്യുന്നു, നമ്മളെ പേടിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ അതിനൊരു പൊസിഷനിലേക്ക് അവരെ എത്തിച്ചു തരാം. അവരുടെ വിദ്യാഭ്യാസമാണ്, അവരുടെ അറിവാണ്. ഇവിടെ അറിവ് നിഷേധിക്കുകയാണ് രണ്ടു കൂട്ടരും. പിന്നെ മാത്രമല്ല, തരൂർ പറഞ്ഞു നോക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യക്ക് കിട്ടാവുന്ന പല കാര്യങ്ങളിലും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടില്ല എന്നുള്ളത്. ഇപ്പം അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധത്തിൽ ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇസ്രായേലുമായിട്ട് വളരെ നല്ല ബന്ധം ഇന്ത്യക്കുണ്ട്. അതേസമയം തന്നെ ഇറാനുമായിട്ട് ആയിരക്കണക്കിന് ലക്ഷങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചബാർ റിപ്പോർട്ടും നമുക്ക് അത് ഇറാനിലാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ബന്ധം ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും അതേസമയം അമേരിക്കയുമായിട്ടും റഷ്യയായിട്ടും ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരേപോലെ കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യയിലെ ജനസംഖ്യയുണ്ട്, അത്തരം കൺസ്യൂമേഴ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പം തരൂർ പറഞ്ഞു നോക്കുന്ന കാര്യം, ആ ഒരു യുദ്ധത്തിന് ഈ മധ്യസ്ഥത വഹിക്കേണ്ടത് നമ്മളായിരുന്നു എന്നുള്ളതും സാധനം പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സാധനം അദ്ദേഹം പറയാണ്ട് ചെറിയ രീതിയിൽ പറയേണ്ട വിഷയം അന്ന് കാണി. അപ്പോൾ ഇറാൻ പോക്കത്തിലാണ് കാണിക്കുന്നത്. ഇറാൻ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഇറാൻ ഇന്ത്യയെ മൈൻഡ് ചെയ്യാതെ മറ്റു കാര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ ഇറാൻ നമ്മളെന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമില്ല. നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള കാശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇറാനോ അല്ലെങ്കിൽ അതുപോലത്തെ അറബ് രാജ്യങ്ങളെടുത്ത നിലപാട് എന്താണെന്ന് നോക്കുക. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിന് തിരിച്ച് പാലസ്തീൻ്റെ കാര്യം നമ്മളെന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അത് ആ കാര്യം ബി ജെ പി പറഞ്ഞാലും മോഡി പറഞ്ഞാലും ഇന്ദിരാഗാന്ധി പറഞ്ഞാലും സോണിയാഗാന്ധി പറഞ്ഞാലും നമ്മൾ അതിനെ അംഗീകരിക്കണ്ടേ? ബട്ട് എനിക്ക് തോന്നുന്ന കാര്യം, ഇത് നല്ലൊരു ചാൻസ് ആയിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ വലിയൊരു യുദ്ധം നടക്കും, പ്രത്യേകിച്ച് അമേരിക്ക വരെ ഇൻവോൾവ് ആയൊരു യുദ്ധം ഇന്ത്യയുടെ എന്താ പറയുക മധ്യസ്ഥതയിൽ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഉണ്ടാകുന്നൊരു എന്താ പറയുക ലോകവ്യാപ്തമായി ഉണ്ടാകുന്നൊരു ഇമേജ് ഉണ്ട്. ആ സാധനം ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടത് പാകിസ്ഥാനെ സാരം ഹാൻഡിൽ ചെയ്തതും എന്നുള്ള സാധനം കിടക്കുന്നുണ്ട്. അല്ല, അതിൽ ഒരു കാര്യം പറയാം. അങ്ങനെ പോയി നാണം കെടുന്നതിലും നല്ലത്, നാണം കെടുന്നതിലും നല്ലത് നാണം കെടാതിരിക്കുക. അക്കാര്യത്തിൽ ആ ഒരു കാര്യത്തിൽ മോഡിക്ക് മാർക്ക് കൊടുക്കും. കാരണം എന്നറിയോ, റാബത്ത് എന്നുള്ള സ്ഥലം കിട്ടണം, മൊറോക്കോയുടെ റാബത്തിലെ ഒരു ഇസ്ലാമിക സമ്മേളനം നടക്കും. അവിടെ പങ്കെടുത്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏത് രാജ്യത്തേക്കാൾ കൂടുതൽ ഇസ്ലാമിക് പോപ്പുലേഷനുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇവിടുന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ ഡെലിഗേറ്റായിട്ട് വിടുന്നു ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ, മുസ്ലിം എന്നുള്ള രീതിയിൽ. അവിടെ പ്രവേശനം കിട്ടാതെ പുറത്താക്കായത്. ഈ നമ്മളിപ്പോഴും രാഷ്ട്രസങ്കല്പത്തെ കാണുന്നത് മതമോ ഭാഷയോ ബന്ധപ്പെടുത്തി നമ്മളതിനെ മോഡിയാകാൻ ശ്രമിക്കുന്നത്. ഹിന്ദുമതത്തിൻ്റെ പേര് രാഷ്ട്രത്തെ കാണാൻ നോക്കുക. എനിക്ക് വിഷയത്തിൽ I totally have different ideology and I totally disagree with ideology is different from opinion. Yeah, that I agree with that. Ideology എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോൺ എക്സിസ്റ്റന്റ് തിങ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒപ്പീനിയനാണ് പ്രധാനം. വാട്ട് മാറ്റേഴ്സ് ഇസ് ഒപ്പീനിയൻ, യുവർ ഒപ്പീനിയൻ ഓൺ എ പർട്ടിക്കുലർ സബ്ജക്ട്. But I have some disagreement with your point also. Maybe. So what I am saying is എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യയെ നമ്മൾ സംബന്ധിച്ചുള്ള നമ്മുടെ ചബാർ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കൃത്യമായ ബന്ധമുണ്ട്. പാകിസ്ഥാൻ്റെ സ്ഥാനം നമ്മുടെ ശത്രു രാജ്യം വേണമെന്നുണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്ന പല ആൾക്കാരും വിശേഷിപ്പിക്കുന്ന ശത്രു രാജ്യം പാകിസ്ഥാനാണ്. അത് യൂട്ടിലൈസ് ചെയ്തത് പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ കൃത്യമായിട്ട് ഇടപെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് നല്ലൊരു ഇമേജ് അവിടെ ഉണ്ടാക്കാമായിരുന്നു. ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. കാശ്മീർ പ്രശ്നം വരുമ്പോൾ, ഇറാനും ഇന്ത്യയായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ, പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള പ്രശ്നം, ഈ രാജ്യങ്ങളെല്ലാം ഇതുവരെ മുൻകാല അനുഭവങ്ങളെല്ലാം അവർ തിയോക്രാറ്റിക് രാജ്യങ്ങളാണ്. ആ ലൈനിൽ അവർക്ക് നിലപാടെടുക്കും. ഇതേ ഭാഷ നിങ്ങൾ ഇറാൻ്റെ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞാൽ അതേ ഭാഷ നിങ്ങൾ ഉക്രൈൻ്റെ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പറയാൻ കാണിക്കാത്ത എന്താ? യുക്രൈനിൽ ഇന്ത്യക്ക് കൃത്യമായി ഇടപെടാമായിരുന്നു. പല രാജ്യങ്ങളും ഇടപെടാമായിരുന്നല്ല, ഇടപെടണമായിരുന്നു എന്ന് പറയാത്ത എന്താണെന്ന് ചോദിച്ചു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ത്യ അവിടെ ഇടപെട്ടില്ല, ഇവിടെ ഇടപെട്ടില്ല. സോ ദാറ്റ്സ് വൈ ഐ ആം സേയിങ് ദാറ്റ് ഐ ഡോ ഹാവ് സം ഡിസഗ്രിമെന്റ് വിത്ത് യു എന്നുള്ളത്. നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ആ വിഷയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ യുക്രൈനായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം ആയുധങ്ങൾ വാങ്ങുമ്പോൾ അമേരിക്കയേക്കാൾ കൂടുതൽ ആയുധങ്ങൾ നമ്മൾ വാങ്ങുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നാണ്. S-400 അടക്കമുള്ള സുഖോയ് അടക്കമുള്ള വൻകിട സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ റഷ്യയുമായി വളരെ നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നു. മാത്രമല്ല ഓയിൽ വാങ്ങുമ്പോൾ നല്ലൊരു ശതമാനം അമേരിക്കയുടെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഇന്ത്യ വാങ്ങിച്ചത് റഷ്യയുടെ കയ്യിൽ നിന്നായിരുന്നു. അപ്പോൾ അതുവരെ അത്രത്തിൽ നല്ല ബന്ധമുള്ള രാജ്യങ്ങളാണ് യുക്രൈനുമായിട്ടും അതേപോലെ റഷ്യയായിട്ടും. അപ്പം സ്വാഭാവികമായി യുദ്ധത്തിന് മധ്യസ്ഥ വഹിക്കാൻ പറ്റിയൊരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയായിരിക്കും. കാരണം വേറെ യൂറോപ്യൻ രാജ്യം വന്നെന്ന് വിചാരിക്കുക, അപ്പം ജർമ്മനിയോ
ഇംഗ്ലണ്ടോ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യം വന്നെന്ന് വിചാരിക്കുക, അവരെ കൊണ്ട് നടക്കില്ല. കാരണം അവർക്ക് സ്വാഭാവികമായിട്ടും നാറ്റോ അവർ സ്വാഭാവികമായിട്ട് യുക്രൈൻ്റെ ഭാഗത്ത് നിൽക്കുള്ളൂ. അമേരിക്ക വന്നാലും അങ്ങനെ നിൽക്കുള്ളൂ. ചൈന വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും റഷ്യയുടെ ഭാഗത്ത് നിൽക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളുമായിട്ട് ഒരേപോലെ ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യം അത് ഇന്ത്യയാണ്. അതുകൊണ്ട് മധ്യസ്ഥത വഹിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ അല്ലെങ്കിൽ കഴിവുള്ളൊരു രാജ്യം ഇത് ഇന്ത്യയായിരുന്നു. അത് ഇന്ത്യ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് താങ്കളുടെ പറ്റുന്ന വീക്ഷണത്തിൽ പറ്റുന്ന തകരാറ്. ഇത്തരം യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം, അല്ലെ അതിൻ്റെ ദുരിതങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള തോന്നൽ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്കുണ്ടാകുന്നിടം വരെ യുദ്ധം കണ്ടിന്യൂ ചെയ്യും. ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന ഇറാൻ്റെ സൈനിക നേതൃത്വത്തിന്, ഞാൻ എടുത്തു പറഞ്ഞു, സൈനിക നേതൃത്വത്തിന് അല്ലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ആഗ്രഹമില്ലെങ്കിൽ, അമേരിക്കയുടെ നേതൃത്വത്തിന് ആഗ്രഹമില്ലെങ്കിൽ, റഷ്യയുടെ നേതൃത്വത്തിന് ആഗ്രഹമില്ലെങ്കിൽ, സെലൻസ്കി എങ്ങനെ ഹീറോ ആയേ പറയാമോ? സെലൻസ്കി ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ, യുക്രൈൻ്റെ ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ സെലൻസ്കി എങ്ങനെയാണ് ഹീറോ ആയത്? റഷ്യയുടെ ആക്രമണത്തെ ചെറുത്തു നിന്നു എന്നുള്ള സാധനം അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രാജ്യവും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയില്ല. അവിടെ കയറി നമ്മൾ തല വയ്ക്കാന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും കൂടെ അടി ഒരുമിച്ച് മേടിക്കുക എന്നുള്ളതാണ്. നമ്മൾ വലിയ രണ്ടുപേരും വഴക്കുണ്ടാകും, നമ്മൾ ഒത്തുറപ്പിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടുപേരും കൂടെ കൂടി നമ്മളെ തല്ലും. ആ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് ഇത് എൻഫോഴ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? പണ്ട് ഗാന്ധി ഉണ്ടായിരുന്നു, മോറൽ പവറുണ്ട്. ഇന്ന് ആ മോറൽ പവർ ഇന്ത്യക്കില്ല. ഇന്ന് മോഡിക്ക് ആ ധാർമ്മിക ശക്തി, യുദ്ധ ആയുധം താഴെ ഇവിടെ അനുഭവം ഉണ്ടാക്കിയിട്ട് അവനോട് അനുഭവം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അനുഭവം ഉണ്ടാക്കിക്കൊണ്ട് അല്ലെ വീണ്ടും അനുഭവം ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളോട് പറയാം നിങ്ങളാരും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അത് പരിഹാസ്യമാവുകയുള്ളൂ. അത് നന്നായിട്ട് തിരിച്ചറിയും. നമ്മളിവിടെ യുദ്ധത്തിന് തയ്യാറെടുക്കുക, ചിലപ്പോൾ ചൈനയായിട്ടോ പാകിസ്ഥാനായിട്ടോ തയ്യാറെടുക്കും. ഏത് സമയത്ത് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള കാശ്മീർ പിടിച്ചെടുക്കാനുള്ള സൂത്രപ്പണി നോക്കും. പിന്നെ അമേരിക്കൻ ഗൾഫ് രാജ്യങ്ങളുള്ള സഹകരണം പാകിസ്ഥാനല്ല അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത്, ഗൾഫിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഗൾഫ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. ഗൾഫ് ഒരിക്കലും ഇന്ത്യക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ? ഇന്ത്യക്ക് അനുകൂലമായി രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ യുദ്ധരംഗത്ത് പരസ്യമായ നിലപാട് തോറ്റ രാജ്യമുള്ളൂ റഷ്യ മാത്രമേ ഉള്ളൂ. വേറെ ഏത് രാജ്യമുണ്ട്? നെഹ്റുവിൻ്റെ കാലം തൊട്ട് നോക്കും. ചേരിതിരാനായ നമ്മുടെ 62 ചൈനീസ് യുദ്ധകാലത്ത് എത്ര രാജ്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു? കമ്മ്യൂണിസ്റ്റ് രാജ്യമായ സ്വേച്ഛാധിപത്യമായ ചൈന ജനാധിപത്യ രാജ്യമായി ഇന്ത്യ ആക്രമിച്ചിട്ട് ആരാ കൂടെ ഉണ്ടായിരുന്നത്? പിന്നെ എന്തിനിത് പറഞ്ഞുകൊണ്ട് നടക്കണം നമ്മൾ? നമുക്കിത് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നില്ലെന്നേ. ഇതിനെ വിപ്ലവത്തിന് വേണ്ടി കുറേ പേർക്ക് പറയാം, ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് പറയാം ചേരി തരാനായ റഷ്യയോട് ചേരുമ്പോൾ തീർന്നു. ഈ കാവട്യം മാറി ഇവിടെ തരൂർ ചില സത്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് പ്രാമുഖ്യം കൊടുക്കുക. ഹിന്ദു ഇന്ത്യക്കല്ല, ക്രിസ്ത്യൻ ഇന്ത്യക്കല്ല, ഇസ്ലാമികല്ല, ഇന്ത്യ എന്നുള്ള ജിയോഗ്രാഫിക് രാജ്യത്തിന് ആ രീതിയിൽ ആ പോയിട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക വേണ്ടേ? അവിടെ വേണ്ടത് നമുക്ക് സാമ്പിത്രത വേണം, തരൂരിനെ വേണം. അതിന് പകരം വേറെ ആരാ ഇവിടെ നമുക്ക് പകരം വെക്കാനുള്ള ആരാ ഉള്ളത് എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? കോൺഗ്രസ് നേതാക്കന്മാരിൽ വിഷനോടുകൂടി ഇപ്പോൾ കപിൽ സിബലൊക്കെ കഷ്ടിച്ച് പറയാം, അതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ വിഷൻ പറയുന്ന നേതാവുണ്ട്. ഇവിടെ വി ഡി സതീശൻ കേരളത്തിലെ ഇലക്ഷനിൽ ജയിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വിഷൻ ആദ്യമായിട്ട് ഇത് ഇവർക്കാർക്കാ വിഷനോ? വേണുഗോപാൽ വിഷനുണ്ടോ? ആർക്കാ വിഷനുള്ള ഒരു നേതാവ് പറ? ആനണിക്ക് വിഷനുണ്ടായിരുന്നു. വാചകടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരു പ്രവർത്തന രംഗത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന മാതൃകകൾ നിർദ്ദേശിക്കാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് പരാജയം. ഇവിടെ മംഗളത്തിൽ തരൂർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വളരെ കാതലായിട്ട് പറയുന്നുണ്ട്. മോഡിയെ പോഴ്ത്തുകയല്ല ചെയ്തിരിക്കുന്നത്. മോഡി ഏത് പെഡസ്റ്റലിലാണോ നിൽക്കുന്നത് അതിൽ നിന്നും മോഡി താഴോട്ട് വരാനുള്ള ഇൻഡയറക്റ്റ് റിക്വസ്റ്റാണത്. ജനാധിപത്യവാദിയാകണം ആര്? മോഡിക്ക് ഇല്ലാത്തതാണ്. അമ്പലങ്ങളുടെ പ്രകാരം നന്നാക്കലല്ല മോഡിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ. അതെല്ലാവരും ഉണ്ട്. ആ കൂട്ടത്തിൽ ഹിന്ദുക്കളെ പരിഹരിച്ചോട്ടെ. മൊത്തം ജനങ്ങൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന മോഡി സ്വീകാര്യനല്ല. കൃത്യമായി പറയുന്നുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ പുറകോട്ട് പോകുന്ന മോഡി. ഇവിടെ വേണ്ടത് ഇന്ത്യയെ ഒരുമിച്ച് നയിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പാണ്. തരൂർ പല പ്രാവശ്യം പറയുന്നുണ്ട്. അതിന് നമ്മുടെ പല എയർപോർട്ടിൻ്റെ പ്രശ്നം വന്നു, അദാനിക്ക് കൊടുക്കണോ വേണ്ടി വന്നു. അന്ന് തരൂരെടുത്ത നിലപാടെന്നായിരുന്നു? പിന്നീട് തരൂരിൻ്റെ നിലപാട് ശരിയെന്ന് പിണറായി വിജയന് വരെ അംഗീകരിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ആ നിലപാടുകളാണ് എന്തിനു വേണ്ടി ആ നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് അമ്പലം പണിയാനോ അവിടെ ഒരു പൂജാരിക്ക് അവാർഡ് കൊടുക്കാനോ വേണ്ടി അല്ല ഇത്. വെള്ളാപ്പള്ളി നടേശന് അവാർഡ് കൊടുത്തത് ശരിയാണോ തെറ്റാണെന്ന് വെച്ചാൽ ഒറ്റയടിക്കാൻ തെറ്റായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ നമുക്ക് വേണം. കോൺഗ്രസിലുണ്ടോ? എന്തായാലും നമുക്ക് വരും ദിവസം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം.